Morning students. Duration, bond duration discuss first one Macaulay duration already discussed. Second one modified duration. It's a modification of Macaulay duration. Macaulay duration is a modification the modified duration. So it is known as modified duration. On the basis of Macaulay duration, we are calculating the modified duration. Macaulay duration base modified duration calculated. A modified duration is a formula that is expressed the measurable changes in the value of security in response to changes in interest rate. Interest rate changes ഉണ്ടാകുന്ന അനുസരിച്ച് value of securities എത്രത്തോളം changes ഉണ്ടെന്നാണ് evaluate ചെയ്യുന്നത്. So it is a more effective as compared to Macaulay duration. Macaulay duration കുറച്ചുകൂടെ effective ആയിട്ടുള്ള ഒരു calculation ആണ് നമ്മൾ modified duration calculated because we are measuring the changes in the value of security in response to changes in interest rate. Modified duration follow the concept that interest rate and bond price move in the opposite direction. നമ്മൾ already പറഞ്ഞതാണ് interest rate ബോണ്ടിന്റെ പ്രൈസും opposite directionലായിരിക്കും പോകുകയെന്ന്. ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് modified duration എന്ന് പറയുന്നത്. The formula is used to determine the effect that is 100 base point. നമ്മളത് 1% വെച്ചിട്ട് അല്ലെങ്കിൽ 100 base പോയിന്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത്. ഫോർമുല ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ എഫക്ട് അറ്റ് 100 ബേസ് പോയിന്റ് 1% ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ഹാവ് ഓൺ ദി പ്രൈസ് ഓഫ് ദി ബോണ്ട്. 1% ഇൻട്രസ്റ്റ് റേറ്റിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായാൽ എത്രത്തോളം പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 1% എന്ന് പറഞ്ഞാൽ 100 ബേസ് പോയിന്റിന് ഈക്വൽ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ബേസ് പോയിന്റ് എന്താണെന്ന് ബേസ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പറയുകയാണ്. ബേസ് പോയിന്റ് BPS എന്ന് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം, BP എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, BIPS എന്ന് ഡിനോട്ട് ചെയ്യാറ്. ഫസ്റ്റ് കോമൺ യൂണിറ്റ് ഓഫ് മെഷറിംഗ് ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് അതർ പെർസെൻറ്റേജ് ഇൻ ഫിനാൻസ്. ഫിനാൻസിൽ നമ്മൾ കോമൺ റേറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും എപ്പോഴും കമ്പയർ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. കോമൺ യൂണിറ്റ് ആണ് ബേസ് പോയിന്റ്. ഒരു കോമൺ യൂണിറ്റ് ആണ് അപ്പോൾ ബേസ് പോയിന്റ്. 1 ബേസ് പോയിന്റ് ഈസ് ഈക്വൽ ടു 1/100. അതായത് 1 ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1/100 ഓഫ് 100%. 1/100 ഓഫ് 1%. 1%ന്റെ 100ൽ ഒന്നിനെയാണ് നമ്മൾ 1 ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓർ 0.01% എന്നാണ്. ഓർ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, 0.01% എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ 0.0001 എന്ന് വേണമെങ്കിലും എന്ത് പറയാം, 1 ബേസ് പോയിന്റിന് ഡെസിമലെ പറയാനേ നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ്. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഒരു ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1/100 ഓഫ് 1%. 1%ന്റെ 1/100നെയാണ്, 1% അല്ല, 1%ന്റെ 1/100നെയാണ് നമ്മൾ ഒരു ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ 0.01%നെയാണ് നമ്മൾ ഒരു ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാൻ ഡെസിമൽ വെച്ചിട്ട്. The relationship between percentage changes and base point can be summarized as follows. ഇങ്ങനെയാണ് നമ്മൾ സമ്മറൈസ്. 1% ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ 100 ബേസ് പോയിന്റ് ആൻഡ് 0.01% ആണ്. ക്ലിയർ ആയില്ലേ? ഇവിടെ 1% ചേഞ്ചസ് ആട്ടോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് മീൻ ചെയ്യുന്നത് 1% ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ 100 ബേസ് പോയിന്റ് ആണ്. അതായത് 1% ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ 100 ബേസ് പോയിന്റ് എന്നാണ്. അതുകൊണ്ടല്ല, 100 ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1% ചേഞ്ചസ് ഉണ്ടെന്നാണ്. അതായത് ഒരു ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1%ന്റെ 100ൽ 1 മാത്രമേ ആകുന്നുള്ളൂ. ഓക്കെ, 1 ബേസ് പോയിന്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസ് പോയിന്റ് ആർ ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് ഇൻ ദി അബ്രീവിയേഷൻസ് BP, BPS എന്നൊക്കെ വെച്ചിട്ടാണ്, BIPS എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേസ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നോട്ടിലോട്ടൊന്ന് ജസ്റ്റ് എഴുതിക്കോളി. ബേസ് പോയിന്റ് എന്താണെന്നുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊന്നും ഒരിക്കലും ചോദിക്കില്ല. ബട്ട് നമ്മുടെ
കരിയറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ബേസ് പോയിന്റ് എന്താണ്. നമ്മുടെ നെക്സ്റ്റ് സൈഡിൽ നമ്മൾ മോഡിഫൈഡ് ഡ്യൂറേഷൻ്റെ ഇക്വേഷൻ ആണ് പറയുന്നത്. മോഡിഫൈഡ് ഡ്യൂറേഷൻ ഈസ് ഈക്വൽ ടു മെക്കാലിറ്റി ഡ്യൂറേഷൻ ഡിവൈഡഡ് 1 + YTM ഡിവൈഡഡ് ബൈ N ആണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ ഇക്വേഷൻ തന്നെ കാണാം. മെക്കാലിറ്റി ഡ്യൂറേഷൻ്റെ മോഡിഫിക്കേഷൻ ആണ് മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ മെക്കാലിറ്റി ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മെക്കാലിറ്റി ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. അതേ ഡിവൈഡഡ് ബൈ 1 + YTM ഡിവൈഡഡ് ബൈ N. നിങ്ങളുടെ ടെക്സ്റ്റിൽ 1 + YTM ഡിവൈഡഡ് ബൈ N എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെക്കാലിറ്റി ഡ്യൂറേഷൻ ഈസ് എ വെയ്റ്റഡ് ആവറേജ് number of years an investor must maintain his or her position in order to bond where the present value of bond cash. അപ്പോൾ ഇവിടെ നമ്മൾ മെക്കാലിറ്റി ഡ്യൂറേഷൻ എന്താണെന്നുള്ള കാര്യം ഇത് ഓരോന്നും ഡിനോട്ട് ചെയ്യുന്ന എന്താണെന്നാണ് പറയുന്നത്. മെക്കാലിറ്റി ഡ്യൂറേഷൻ നിങ്ങൾക്കറിയാം, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻവെസ്റ്റർ മസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം ഇൻ ഓർഡർ ടു got their expected return അല്ലെ of the bond cash flow equal to the amount paid for the bond. എമൗണ്ട് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എപ്പോൾ കിട്ടുമെന്ന് നോക്കുന്ന സംഭവമാണ് എന്തെന്ന് പറഞ്ഞാൽ മെക്കാലിറ്റി ഡ്യൂറേഷൻ. ക്ലിയർ ആയില്ലേ? In other words, it's the time taken for investor to retry the money initially invested. നിങ്ങളുടെ പേ ബാക്ക് പീരീഡ് തന്നെയാണ് നമ്മുടെ മെക്കാലിറ്റി ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് ടേക്കൺ ടു ഗെറ്റ് ബാക്ക് യുവർ മണി ഓർ ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ്സ് എ മെക്കാലിറ്റി ഡ്യൂറേഷൻ. അത് വെറുതെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. YTM സ്റ്റാൻഡ്സ് ഫോർ yield to maturity. Then N is the number of coupon period per year. ഒരു ഇയറിൽ എത്ര കൂപ്പൺ പീരീഡ് ഉണ്ടെന്നാണ് നമ്മൾ N വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ 22 ഇലസ്ട്രേഷൻ നോക്കുക. എ ബോണ്ട് വിത്ത് മെക്കാലിറ്റി ഡ്യൂറേഷൻ 8 years ആണ്. yield of 10% പേയിങ് 2 coupons as a year. 10% വെച്ചിട്ട് ഒരു വർഷത്തിൽ 2 കൂപ്പണാണ് ഉള്ളത്. Then assuming to expect the YTM to decline by 75 base point, say from 10% to 9.25%. What is the modified duration? 75 base point എന്ന് പറഞ്ഞാൽ 10%നും 9.25%നും ഇടയിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്മുടെ മെക്കാലിറ്റി ഡ്യൂറേഷൻ 8 ആണ്. മെക്കാലിറ്റി ഡ്യൂറേഷൻ ഡിവൈഡഡ് ബൈ 1 + YTM എത്രയാണ്? YTM ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? yield എന്ന് പറയുന്നത് 10% ആണ്. ദാറ്റ് ഈസ് 10% 0.1 ആണ്. ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൂപ്പൺസ് ഇൻ എ ഇയർ. ഒരു വർഷം നമ്പർ ഓഫ് പേയ്മെന്റ് പെർ ഇയർ. ഒരു വർഷത്തിൽ എത്ര പേയ്മെന്റ് ആണ്? പേയിങ് 2 coupons എ ഇയർ. ഒരു വർഷം 2 കൂപ്പൺസ് ആണ്, 2 ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. സോ 2 കൊടുക്കുക. ക്ലിയർ ആയത്? ചേഞ്ച് ചെയ്യുക. ദിസ് എസ്റ്റിമേറ്റഡ് പെർസെൻറ്റേജ് പ്രൈസ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ദി ബോണ്ട് ഈസ് പെർസെൻറ്റേജ് ഏജ് ചേഞ്ചസ് ഈസ് ഈക്വൽ ടു എത്ര? 5.72 ആണ് ആൻസർ കിട്ടുന്നത്. The modified duration is always negative. Sometimes negative വേണമെങ്കിലും വരാം. ഇറ്റ്സ് എ നോൺ കോളബിൾ ബാൻഡിന്റെ കേസിലാണ് വരുന്നത്. there is a inverse relationship ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മോഡിഫൈഡ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മോഡിഫൈഡ് ഡ്യൂറേഷൻ കാൽക്കുലേഷന് വരാനുള്ള ചാൻസ് കുറവാണ്. വന്നാലും മെക്കാലിറ്റിയാണ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഇനി മോഡിഫൈഡ് തന്നാൽ നിങ്ങൾക്ക് മെക്കാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും തരുള്ളൂ. അപ്പോൾ ഇത് നമ്പർ ഓഫ് ഇയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര കൂപ്പൺ എ ഇയർ ഉണ്ടത്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് എ ഇയർ എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ 2 ആണ് വരുന്നത്. ഇവിടെ YTM ഇവിടെ ബേസ് പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബേസ് പോയിന്റ് അസ്യൂമിങ് എക്സ്പെക്റ്റഡ് YTM ടു ഡിക്ലൈൻ ബൈ 75 ബേസ് പോയിന്റ്. അതുകൊണ്ടാണ് ഇവിടെ ബേസ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, നമുക്ക് നമ്മളൊരു ഡിസിഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്താണ് ഇതിൻ്റെ ആവശ്യം വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് എ എഫക്റ്റീവ് ഡ്യൂറേഷൻ. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഡ്യൂറേഷൻ ആണ് എഫക്റ്റീവ് ഡ്യൂറേഷൻ. എഫക്റ്റീവ് ഡ്യൂറേഷൻ ഈസ് എ ഡ്യൂറേഷൻ കാൽക്കുലേഷൻ ഫോർ ബോണ്ട് ദാറ്റ് ഹാവ് embedded
options. This measure of duration is taking into account the fact that expected cash flow will fluctuate as interest rate changes and is therefore measure of a risk. അപ്പോൾ ഈ ഒരു മെത്തേഡ് എഫക്റ്റീവ് ഡ്യൂറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ദിസ് മെഷർ ഓഫ് ഡ്യൂറേഷൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് നമ്മൾ എടുക്കുന്നു ഇത് fact that expected cash flow. This measure of duration take into account the fact that expected cash flow നമ്മൾ പ്രതീക്ഷിക്കുന്ന cash flow the expected cash flow will fluctuate and interest rate changes. നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഫ്ലോയിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് എഫക്റ്റീവ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ദെയർഫോർ എ മെഷർ ഓഫ് റിസ്ക് ആണ്. ആക്ച്വലി ഒരു റിസ്ക് ആണ് അല്ലേ. നമുക്കറിയാം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിസ്ക് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഫ്ലോയിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകും അല്ലേ നോക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് ആക്ച്വലി ഒരു calculation of a risk ആണ്. Effective duration can be estimated using modified duration if bond with the embedded options behave like an option-free bond. It is modified effective duration estimated using modified duration. Modified duration ഉപയോഗിച്ചിട്ടാണ് നമ്മൾ effective duration calculate ചെയ്യുക. Effective duration is a calculation used to approximate or actual modified duration of a callable bond. Actually ഇതൊരു callable bondന്റെ duration തന്നെയാണ്, അതായത് modified duration തന്നെയാണ് വരുന്നത്. It take into account that future interest rate change will affect the expected cash flow for a callable bond. ഇതാണ് സംഭവം. കോളബിൾ ബോണ്ടിന്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോയിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നു നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് അത്രയും നമ്മൾ പഠിച്ചാൽ മതി. അതാണ് എഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. The formula നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. എഫക്റ്റീവ് ഡ്യൂറേഷൻ is equal to P bar minus P plus divided by 2 into P naught into Y plus minus Y naught എന്നാണ് പറയുക. Where P naught എന്ന് പറഞ്ഞാൽ the bond initial price per 100 of par value. 100 of par value നമ്മൾ പറയുന്ന ബോണ്ടിന്റെ ഇനീഷ്യൽ പ്രൈസ് ആണ് നമ്മൾ 100 par വാല്യൂവിനാണ് പറയുക. Then P bar എന്ന് പറഞ്ഞാൽ the bond price if it is yield called by x base point. ഒരു ബേസ് പോയിന്റ് ഇവിടെ തരുന്നിട്ടുണ്ടായിരിക്കും. ആ ഇപ്പൊ 10 ബേസ് പോയിന്റ് 10 അല്ലെങ്കിൽ ബേസ് പോയിന്റ് 20 ബേസ് പോയിന്റ് 1 അങ്ങനെ തരുന്നുണ്ടായിരിക്കും. ആ ബേസ് പോയിന്റിന് വെച്ചിട്ട് എത്രത്തോളം the bond price if it yield fall, bond price yield എത്രത്തോളം fall ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. bond price if it bond priceൽ എത്രത്തോളം P plus എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ടെന്നാണ്. അതായത് എക്സ് ബേസ് പോയിന്റ്, അതായത് ഒരു ബേസ് പോയിന്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ബേസ് പോയിന്റിനെ വെച്ചിട്ട് ബോണ്ട് പ്രൈസിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. അതായത് yield നമ്മളൊരു ബേസ് പോയിന്റിനെ വെച്ചിട്ട് പറയും. അപ്പം ബോണ്ട് പ്രൈസിൽ എത്രത്തോളം കുറവുണ്ടാകുന്നുണ്ടെന്നും എത്രത്തോളം കൂടുതൽ ഉണ്ടാകുന്നുണ്ടെന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അതാണ് P മൈനസ് P പ്ലസ് എന്ന് പറയുന്നത്. ദെൻ Y പ്ലസ് മൈനസ് Y ബാർ എന്ന് പറയുന്നത് Y മൈനസ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ഈൽഡ് ഇൻ ഡെസിമൽ. ഡെസിമലിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ 1% അല്ലെ 10% ബേസ് എന്ന് പറയില്ലേ, അതിൻ്റെ ഡെസിമലായിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് ഈ ഒരു ഇക്വേഷൻ കാണാൻ ഇതൊന്ന് പഠിക്കുക. ഇത് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒന്നുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ ദി എക്സാമ്പിൾ ലെറ്റ് us assuming a purchase a company XYZ bond at a 10% par value. 10% par വാല്യൂവിനാണ് വാങ്ങിയിട്ട് ഉള്ളത്. ദി ബോണ്ട് കറന്റ് ഹാസ് 8% yield. ഇപ്പം 8% yield ആണ് ഉള്ളത്. ബോണ്ടിന് 8% yield ആണ് ഉണ്ടാകുന്നത്. Then next നോക്കുക.
if the bond price increase to 101.5, ബോണ്ടിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് when yield fall 10 ബേസ് പോയിന്റ്. yield 10% ബേസ് പോയിന്റിന് ഫോൾ ചെയ്യുകയാണെങ്കിൽ കുറയുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് 100 എന്നുള്ളത് എത്രയാകും? 101.5 ആകും. അടുത്തത് yield price fall to 199.5 when yield rise to 10%. yield 10% കൂടുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് എന്താവും? 99.5 ആകും. 10 ബേസ് പോയിന്റ് ആണ് പറയുന്നത്. 10% അല്ല, 10 ബേസ് പോയിന്റ്. ബേസ് പോയിന്റ് എന്താണ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ അതാണ് 10 ബേസ് പോയിന്റിനെ വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പി നോട്ട് എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഇക്വേഷനിലോട്ട് ഒന്നുകൂടെ നോക്കുക. പി നോട്ട് എന്ന് പറയുന്ന ബോണ്ടിന്റെ ഇനീഷ്യൽ പ്രൈസ് ആണ് പെർ 100 പാർ വാല്യൂ. 100 പാർ വാല്യൂവിനാണ്, 100% പാർ വാല്യൂവിനാണ് നമ്മൾ എപ്പോഴും പറയുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ സെന്റൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. നിങ്ങളുടെ ഫസ്റ്റത്തെ സെന്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പി നോട്ട് ഇവിടെ എത്രയാണ്? 100%, 100 ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇഫ് ബോണ്ട് പ്രൈസ് കറന്റ് 8% yield ആണ്, 8% yield ആണ്. ഇഫ് ദി ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ടു 105, അതായത് നിങ്ങളുടെ പി മൈനസ് എന്ന് പറയുന്നത് ബോണ്ട് പ്രൈസ് yield ഫാൾ ടു ബൈ എക്സ് ബേസ് പോയിന്റ്. എക്സ് ബേസ് പോയിന്റിനെ വെച്ചിട്ട്, അതായത് എക്സ് ബേസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് 10 എന്ന് പറയുന്നത് 10 ബേസ് അങ്ങനെയാണ് അവിടെ എക്സ് എന്ന് പറയുന്നത്. 1 ബേസ് പോയിന്റ് എത്രയാണോ ആ ഒരു നമ്പർ തരുന്നത് അതാണ് നമ്മുടെ എക്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എക്സ് ഈൽഡിൽ 10%, അതായത് 10 ബേസ് കുറയുന്നു. 10% അല്ല, 10 ബേസ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? 101.5 ആകുന്നു. ഇനി ഇൻക്രീസ് ചെയ്യുന്നു. 10 ബേസിനെ വെച്ചിട്ട് പറയുന്നത് ഈൽഡ് റൈസ് ചെയ്യാണ്. 10 ബേസ് റൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? 99.5 ഡിക്രീസും ഉണ്ടാകുന്നു. അപ്പോൾ എഫക്റ്റീവ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് പി ബാർ എന്നത് പി മൈനസ് എന്ന് പറയുന്നത് എത്രയാണ്? 101 അല്ലേ? കുറയുമ്പോൾ കൂടുമ്പോൾ എത്രയാണ്? 99.5. ദെൻ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമ്മുടെ പി നോട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 100% ഓഫ് പാർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 100 ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ₹100 ഈക്വൽ ആയിട്ടാണ് എപ്പോഴും എടുക്കുക. അപ്പോൾ 100 ഇൻറ്റു, ഇനി ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ y പ്ലസ് y മൈനസ് y ബാർ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ yield ഇൻ ഡെസിമൽ, ഡെസിമലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ചേഞ്ചസ് ഇൻ yield, അതായത് നിങ്ങളുടെ ഇവിടെ 10 ബേസ് പോയിന്റ് എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എത്ര വരും? 0.1% ആണ് വരുന്നത് അല്ലേ? 1% ആണ് വരുന്നത്. ദെൻ 0.1 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 0.001 ആണ് വരുന്നത്. ദിസ് മീൻ അത് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 0.011 എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഡെസിമൽ എന്ന് പറയുന്ന ചേഞ്ചസ് ഉണ്ടാകുന്നത് ഈക്വൽ ടു എത്ര വരും? ഇതൊക്കെ ചെയ്യുമ്പോൾ 10 ആണ് വരുന്നത്. 10.00, അതായത് 10%. This bond effective duration is at 10. This means that for every 100 base point, ഓരോ 100 base point എന്ത് സംഭവിക്കുന്ന ചേഞ്ചസ് ഇൻ റേറ്റ്, the bond price will changes 10%. 100 ബേസ് പോയിന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ 10% എന്ത് ചെയ്യും? പ്രൈസിൽ, ഈൽഡിൽ 100 ബേസ് പോയിന്റിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ പ്രൈസിൽ 10% ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്. എഫക്റ്റീവ് ഡ്യൂറേഷൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദാറ്റ് കോമൺലി ഹാപ്പൻ ടു കോളബിൾ ബോണ്ട് ഹോൾഡേഴ്സ്. ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ഓവർ എ ടൈം ആൻഡ് ബോണ്ട് ഈസ് കോളബിൾ അവേ ഫ്രം ദി മെച്യൂരിറ്റി. നെക്സ്റ്റ് എഫക്റ്റീവ് ഡ്യൂറേഷൻ. ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് പോർട്ട്ഫോളിയോ. ബോണ്ട് പോർട്ട്ഫോളിയോന്റെ ഡ്യൂറേഷൻ ആണ്. വട്ട് ഈസ് എ ബോണ്ട് പോർട്ട്ഫോളിയോ? എ ബോണ്ട് പോർട്ട്ഫോളിയോ ഈസ് എ നത്തിങ് ബട്ട് ടേക്ക് എ ബാസ്ക്കറ്റ് ഓഫ് വേരിയസ് ബോണ്ട്. നമ്മൾ
പോർട്ട്ഫോളിയോ ഓഫ് എ സ്റ്റോക്ക് ഷെയർ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് പോർട്ട്ഫോളിയോ ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞാൽ വേരിയസ് ടൈപ്പ് ഓഫ് ബോണ്ടുകളുടെ ഒരു കോമ്പിനേഷനാണ്. ബോണ്ട് ആൻഡ് ഫിക്സഡ് ഇൻകം ദേ ആർ ഡു നോട്ട് എൻജോയ് ആസ് മച്ച് ആസ് ലിമിറ്റഡ് ആസ് equity stock portfolio. However, the bond manager highly count on bond to provide their fund with the necessary hedge and stability. Necessary സ്റ്റെബിലിറ്റിക്കും ഹെഡ്ജിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ബോണ്ടിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വേരിയസ് ടൈപ്പ് ഓഫ് ബോണ്ടുകൾ പർച്ചേസ് ചെയ്യും, അതാണ് ബോണ്ട് പോർട്ട്ഫോളിയോ എന്ന്. ബോണ്ട് പോർട്ട്ഫോളിയോ ആർ ഓൾസോ ഗോ ടു ഇൻവെസ്റ്റ് ഫോർ വേരിയസ് conservative and risk-averse investors such as managers of pension and retirement fund. Managers of pension and retirement fund ഒക്കെ എന്താണ്, അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇയർ കഴിയുമ്പോൾ നമുക്ക് കൊടുക്കണം അല്ലേ. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഫണ്ടും പെൻഷനൊക്കെ എന്ത് ചെയ്യും, റിട്ടയർ ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ ഒരു ജോലിയിലുള്ള ഒരു വ്യക്തി എന്ന് റിട്ടയർ ആകുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ചുള്ള ഫണ്ടിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള പോർട്ട്ഫോളിയോൻ്റെ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് പോർട്ട്ഫോളിയോ enable a fund manager to study the behavior of various bonds in conjunction with one another. Often income rising from the bond universe can be exploited when bonds are pooled together. This enables the harnessing of gain from more harvesting of gains more effectively arising from their varying coupon rate, maturity and market value. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂറേഷൻ അറിയാതെ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും ബോണ്ട് പോർട്ട്ഫോളിയോയിൽ. ബോണ്ട് പോർട്ട്ഫോളിയോന്റെ ഇക്വേഷൻ ഒരു ടെക്സ്റ്റിലുണ്ട്. D is equal to WI D1 plus W2 D2 plus up to WM DM. P is equal to P1 plus P2 plus PM ആണ് പറയുന്നത്. WI എന്ന് പറയുന്നത് PI divided by P1 plus P2 up to PM ആണ് വരുന്നത്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങളുടെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് ഓരോ വർഷത്തെ ഓരോ ബോണ്ടും അതിൻ്റെ വെയ്റ്റഡ് ആവറേജും ഡ്യൂറേഷനും വെയ്റ്റഡ് ആവറേജും കൂടി എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. അതാണ് വെയ്റ്റഡ് ആവറേജ്. നമുക്ക് വെയ്റ്റ് പോർട്ട്ഫോളിയോൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഡ്യൂറേഷൻ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അതാണ് നിങ്ങളുടെ ഇക്വേഷൻ എന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ ഈസ് ഈക്വൽ ടു ബോണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ ഈസ് ഈക്വൽ ടു. ഓക്കെ, ടെക്സ്റ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബോണ്ട് എ ബി സി ഡി മാർക്കറ്റ് വാല്യൂ കണക്കി പോർട്ട്ഫോളിയോ വെയിറ്റ് ഡ്യൂറേഷൻ ഉണ്ട്. നിങ്ങൾ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഫോർത്ത് കോളം ഫിഫ്ത്ത് കോളം കൂടെ ഇൻക്ലൂ ചെയ്താൽ മതി. ഓരോന്നിട്ട് 0.1 പ്ലസ് 4 പ്ലസ് 0.4 പ്ലസ് 7 പ്ലസ് 0.3 ഇൻറ്റു 6 അങ്ങനെ ഓരോന്നും ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കുമ്പോൾ 5.4 ആണ് ഡ്യൂറേഷൻ. അതായത് ഓരോ ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ഡ്യൂറേഷൻ. റഫ്ലി സ്പീക്കിംഗ്, if all the yield affecting 4 bonds change by 100 basis point. നമ്മൾ എപ്പോഴും ഒന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ 100 basis point വെച്ചിട്ടായിരിക്കും പറയുക. പോർട്ട്ഫോളിയോ വിൽ ചേഞ്ച് ബൈ അപ്രോക്സിമേറ്റ്ലി 5.4% ചേഞ്ചസ് ഉണ്ടാകും. പോർട്ട്ഫോളിയോയിൽ 5.4% ചേഞ്ചസ് ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുന്നത്.